ഹലോ ഫ്രണ്ട്സ്, ഡിഗ്രി മീറ്റിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗേറ്റ് ലൈനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഫോർത്ത് സെം എക്സാം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് പിന്നോടിയായിട്ടുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ നമ്മളെല്ലാവരും കണ്ടു. എന്താണെന്ന് വെച്ചാൽ നമ്മളെ സെൻറ്റർ മാറ്റുന്ന ഒരു ന്യൂസ്. അത് നമ്മുടെ +2 അതേപോലെ തന്നെ SSLC പരീക്ഷയ്ക്കൊക്കെ നമ്മുടെ കേരള സർക്കാർ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡായിരുന്നു. കാരണം കോവിഡ് ആയതിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി ഹോട്ട്സ്പോട്ടുകളും കണ്ടെയ്ൻമെൻറ്റ് ഏരിയകളൊക്കെ ഉണ്ട്, കണ്ടെയ്ൻമെൻറ്റ് സോണുകളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻസും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൊന്നൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സെൻറ്റർ മാറ്റം എന്നുള്ളത് യൂണിവേഴ്സിറ്റി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അതിനെപ്പറ്റി പറയാണ്. ഇപ്പോൾ സൈറ്റിലൊന്നും ഇപ്പോൾ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾക്ക് കുറച്ച് മുമ്പ് കയറി നോക്കിയിരുന്നു, അപ്പോൾ കണ്ടിട്ടില്ല. ഇനി വരും, സൈറ്റിൽ വരും. അപ്പോൾ സൈറ്റിൽ വരുമ്പോൾ നമുക്കിവിടെ പറയുന്ന നമ്മൾ 14 ജില്ലകളിൽ അപേക്ഷിക്കാം എന്നുള്ളതാണ്. 14 ജില്ലകളിലും പിന്നെ ലക്ഷദ്വീപുകളിലുള്ള സെൻറ്ററുകളിലും അപേക്ഷിക്കാം എന്നുള്ളത്. ലക്ഷദ്വീപിൽ ഓഫ് ക്യാമ്പസ് ഉണ്ട്, അപ്പം അവിടേക്കും അപേക്ഷിക്കാം എന്നുള്ളതായിരിക്കും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് ഇനി അഫിലിയേറ്റഡ് കോളേജ് ആവട്ടെ, അതേപോലെ പ്രൈവറ്റ് സെക്ടറായിട്ടുള്ള കോളേജ്, അതേപോലെ തന്നെ ഡിസ്റ്റൻസുള്ള വിദ്യാർത്ഥികൾ, എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് അപേക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു നല്ലൊരു മുന്നേറ്റം തന്നെയാണിത്. കാരണം യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ 7th, അതായത് ജൂലൈ 7th നടത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് നടത്താതെ പോസ്റ്റ്പോൺ ചെയ്തേക്കാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു മുൻകരുതലുകളൊന്നും ഓല് അന്ന് നടത്തിയിട്ടില്ലായിരുന്നു. പിന്നീടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആരും ഇത് ആകെ ജൂൺ 24 വരെയുള്ളൂ വെബ്സൈറ്റിൽ ഉണ്ടാവുക. അപ്പം എല്ലാവരും അത് കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ വെബ്സൈറ്റ്, നിങ്ങൾക്കറിയാലോ, നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് വെബ്സൈറ്റിൽ ഇത് ഉണ്ടാവും. അതിൽ ഓൺലൈൻ പോർട്ടൽ രജിസ്റ്റർ ആയിരിക്കും, അതിലാണ് നോട്ടിഫിക്കേഷൻസൊക്കെ വരല്. അപ്പോൾ ഈ ഒരു സാഹചര്യം മുഖവിലെടുത്തുകൊണ്ട് നമ്മുടെ പരീക്ഷ നമ്മൾ എഴുതണമല്ലോ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ഫോർത്ത് സെമ്മിൻ്റെ എക്സാം അതിൽ അപേക്ഷിക്കാൻ കഴിയാത്ത ഒത്തിരി പേരുണ്ടാവും ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ അവരെന്ത് ചെയ്യുക, കുറച്ചുകൂടി ഡേറ്റ് സൂപ്പർ ഫൈനലായിട്ട് നീട്ടി തന്നിട്ടുണ്ട്. അത് യൂണിവേഴ്സിറ്റി പോർട്ടൽ രജിസ്ട്രേഷനിൽ പോയാൽ കാണാൻ കഴിയും. അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 30-ാം തീയതിയാണ്, ആപ്ലിക്കേഷൻ ഡേറ്റും 30-ാം തീയതിയാണ്. അപ്പം 29-ാം തീയതി ചെയ്തിട്ട് നിങ്ങൾ 30-ാം തീയതിക്ക് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നാൽ താങ്ക് യു.